നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ശ്രീകൃഷ്ണായ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്നലെ നമ്മൾ ഒരു കഥ പറഞ്ഞു വെച്ചു. എന്താ? ശിവന്റെയും മാധവന്റെയും കഥ. നമ്മുടെ ശിവനും മാധവനും അല്ല, കൈലാസത്തിലെ ശിവനും ദ്വാരകയിലെ മാധവനല്ല, വേറൊരു ശിവനും മാധവനും. ആ കഥ ഇന്നലെ പറഞ്ഞു വെച്ചു. ഇന്നിപ്പം ഹരിസ്വാമി അല്ല, ഹരസ്വാമി, അദ്ദേഹത്തിന്റെ കഥയാണ് പറയുന്നത്. പണ്ട് ആര് കഥ പറഞ്ഞു കൊടുക്കുന്നത്? ഇതിങ്ങനെ ഓരോരാള് അങ്ങനെയല്ലോ. കനകരേഖ പറഞ്ഞത് കേട്ടിട്ട് രാജാവ് പറഞ്ഞു മോളോട്, ഞാൻ പറഞ്ഞു തരാന്ന്. പണ്ട് ഗംഗാതീരത്ത് കുസുമപുരം എന്ന ദേശത്ത് ഹരസ്വാമി എന്നൊരു സന്യാസി ഉണ്ടായിരുന്നു. ഗംഗാതീരത്ത് ഒരു പർണശാല ഉണ്ടാക്കി ജപവും തപവുമായി കഴിയുന്ന ആ വിശുദ്ധനായ തപോധനൻ വൈകുന്നേരങ്ങളിൽ ഗ്രാമത്തിലോ നഗരത്തിലോ പോയി ഭിക്ഷ എടുത്താണ് വിശപ്പടക്കിയിരുന്നത്. പകല് മുഴുവൻ ഒന്നും കഴിക്കൂല, വൈകുന്നേരം വരെ എന്തെങ്കിലും കിട്ടിയത് കൊണ്ടൊന്നും കഴിക്കല്. ഒരു ദിവസം ഇപ്രകാരം ഭിക്ഷക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വം അറിയുന്ന നാട്ടുകാർ നമസ്കരിക്കുകയും താണു വണങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ആ വഴി വന്ന ഒരുവൻ കണ്ടു. അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെയാണല്ലോ. അസൂയ നിറഞ്ഞ മനസ്സോടെ അയാൾ ഉറക്കെ പറഞ്ഞു, എന്ത് കണ്ടിട്ടാ നിങ്ങൾ ഇയാളെ നമസ്കരിക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ചുട്ടു തിന്ന കാപാലികനാണ് അയാള്. ഒരു ഉളുപ്പുമില്ലാതെ ഇത്ര വലിയൊരു നുണ പറഞ്ഞ അയാളെ കരുണാപൂർവ്വം ഒന്ന് നോക്കിയിട്ട് ഹരസ്വാമി നടന്നു, അത്ര തന്നെ. ഉടനെ മറ്റൊരാൾ, ആദ്യത്തെ ആൾ പറഞ്ഞത് ശരിയാണെന്നും ഇയാൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതായി താനും കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു. ഉടനെ മൂന്നാമൻ അതിനെ ശരിവെച്ചു സംസാരിച്ചു. അങ്ങനെ അസൂയാലക്കരുടെ പ്രചരണം കൊണ്ട് ഒറ്റ ദിവസത്തിനകം സന്യാസി ഒരു ശിശുഭോജിയായി മാറി. വീട്ടമ്മമാർ പേടിച്ചു കുഞ്ഞുങ്ങളെ മുറിക്കകത്തിട്ട് പൂട്ടാനും തുടങ്ങി. ഒന്നും കൊടുക്കുകയും ചെയ്തല്ലോ. ചുരുക്കത്തിൽ ഹരസ്വാമിയെ പൂജിച്ചിരുന്നവർ പോലും ഈ നുണപ്രചരണം വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ. ഒടുവിൽ ഹരസ്വാമിയെ നാട്ടിൽ നിന്ന് ഓടിക്കുക തന്നെ വേണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചു. പക്ഷെ സ്വാമിയുടെ അടുത്ത് ചെല്ലാൻ ആർക്കും ധൈര്യമില്ലാതാനും. വലിയ മന്ത്രവാദിയാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു വരുത്തിയിരുന്നു. അതുകൊണ്ട് കുറെ ആളുകൾ ദൂരെ ചെന്ന് നിന്നുകൊണ്ട് ഉച്ചത്തെ പറഞ്ഞു, ശിശുക്കളെ പിടിച്ചു തിന്നുന്ന സന്യാസി ഇവിടം വിട്ടു പോകണം. ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഉദ്ദേശിച്ച് സന്യാസി അവിടുത്തെ സമൂഹ മഠത്തിലേക്ക് കടന്നു ചെന്നു. തങ്ങളെ പിടിച്ചു തിന്നാൻ വരികയാണെന്ന് വിളിച്ച് സർവബ്രാഹ്മണരും തട്ടിമ്പുറത്ത് കയറി ഒളിച്ചിരുന്നു. ഹരസ്വാമി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, മഹത്തുക്കളെ, നിങ്ങൾക്കെന്നെ വളരെ കാലമായി അറിയുന്നതല്ലേ. ഞാനൊരു ശിശുവിനെ പിടിച്ചു തിന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ആട്ടെ, അങ്ങനെയാണെങ്കിൽ ഏത് ശിശുവിനെയാണ് ഞാൻ പിടിച്ചത്? ആരുടെ, ഏത് വീട്ടിലെ ഏത് ശിശുവിനെയാണ് ഞാൻ പിടിച്ചത്? ഈ നാട്ടിൽ ഏതെങ്കിലും കുഞ്ഞിനെ കാണാതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണർ തമ്മിൽ നോക്കി, ശരിയാണല്ലോ, ഈ നാട്ടിൽ ഇതുവരെ ഒരു കുഞ്ഞിനെ പോലും കാണാതായിട്ടില്ല. ആർക്കും ഒരു പരാതിയില്ല. പിന്നെ ഹരസ്വാമി കുട്ടികളെ പിടിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ആരോ പറഞ്ഞത് മുൻപിലും പിമ്പിലും ചിന്തയില്ലാതെ വിശ്വസിച്ചതാണ് തങ്ങൾക്ക് പറ്റി തെറ്റെന്ന് ബ്രാഹ്മണന്മാർക്ക് തോന്നി. ഒടുവിൽ അവരെല്ലാം കൂടി താഴെ ഇറങ്ങി വന്ന് ഹരസ്വാമിയോട് മാപ്പ് ചോദിച്ചു. തന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറിയെങ്കിലും ഇനി ഈ നാട്ടിൽ കഴിയുന്നത് നന്നല്ല എന്ന് തീരുമാനിച്ച് ഹരസ്വാമി അവിടെ ഉപേക്ഷിച്ചു പോയി. ഇതാണ് മനുഷ്യ സ്വഭാവം. കന്യകമാരെ കുറിച്ച് പരദൂഷണം പറഞ്ഞുണ്ടാക്കാൻ ചിലർക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് അച്ഛൻ മോൾ വിവാഹിതയാകണമെന്ന് നിർബന്ധിക്കുന്നത്. അത് കേട്ട് മകള് പറഞ്ഞു, വിവാഹത്തിന് ഞാൻ സമ്മതിച്ചല്ലോ അച്ഛാ, പക്ഷെ കനകപുരി കണ്ടയാളെ മാത്രമേ എനിക്ക് വിവാഹം ചെയ്യാനാകൂ. ആരെങ്കിലും ഒരാൾ വരുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നുണ്ടെന്നും മകള് പറഞ്ഞു. മകൾക്ക് വിവാഹം കഴിക്കണ്ടെന്നൊന്നുമില്ല, കനകപുരി കണ്ടിട്ട് വരണം. രാജാവ് രാജ്യമെങ്ങും വിളംബരം ചെയ്യാൻ കൽപ്പിച്ചു. കനകപുരി കണ്ട ബ്രാഹ്മണനോ ക്ഷത്രിയനോ രാജപുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന വാർത്ത നാടെങ്ങും ചെണ്ട കൊട്ടി വിളംബരം ചെയ്തു. ഈ വിളംബരം കേട്ടിട്ട് നേരത്തെ രാജകുമാരിയായ തിരസ്കൃതനായ ശക്തിദേവൻ എങ്ങനെയും കനകപുരി കണ്ടെത്തണമെന്നും അവിടെ പോയി വന്ന നഗരത്തെ വർണ്ണിച്ച് കൽപ്പിച്ച് രാജകുമാരി വിവാഹം കഴിക്കണമെന്നും ദൃഢനിശ്ചയമെടുത്ത് ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി. പല നഗരങ്ങളും രാജ്യങ്ങളും പിന്നിട്ട് ഒടുവിലെ വിന്ധ്യാരണ്യത്തിൽ എത്തിച്ചേർന്നു. ആ വന്യഭൂമിയിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഒരിടത്തൊരു താപസനിരുന്ന് ധ്യാനിക്കുന്നത് കണ്ടു. വയോവൃദ്ധനായ ആ താപസന് ചുറ്റും കുറേ ശിഷ്യന്മാര് ഉണ്ടായിരുന്നു.
സൂര്യതപസ് എന്നു പേരുള്ള ആ മഹർഷി ശക്തിദേവനോട് എവിടെ നിന്ന് വരുന്നു എന്നും എങ്ങോട്ട് പോകുന്നു എന്നും ചോദിച്ചു. ശക്തിദേവൻ ആ ഋഷിയെ വണങ്ങി തന്റെ ഊരും പേരും യാത്രോദ്ദേശവും ഒക്കെ വിവരിച്ച ശേഷം കനകപുരി എന്ന നഗരം എവിടെയാണെന്ന് അന്വേഷിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു: വത്സ, എനിക്കിപ്പോൾ 800 വയസ്സുണ്ട്. ഇക്കാലം അത്രയും ഞാൻ തപസ് ചെയ്യുകയുമായിരുന്നു. ഇതിനിടയിൽ ഒരിക്കലും കനകപുരി എന്ന് ഞാൻ കേട്ടിട്ടേയില്ല. അത് കേട്ട് വിഷാദചിത്തനായ ശക്തി ദേവൻ ഈ ജീവിതം മുഴുവൻ താനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയെ ഗതിയുള്ളൂ എന്ന് പറഞ്ഞു. അയാളോട് സഹതാപം തോന്നിയ മുനി പറഞ്ഞു: നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഇവിടെ നിന്ന് 3 യോജന അകലെ കാമ്പില്യം എന്നൊരു ദേശമുണ്ട്. അവിടെ ഉത്തരഗിരി എന്നൊരു പർവ്വതമുണ്ട്. അതിനു മുകളിൽ എന്റെ ജ്യേഷ്ഠ സഹോദരന ദീർഘതപസ് എന്ന താപസനുണ്ട്. ഇദ്ദേഹത്തിന് 800 വയസ്സായി. അദ്ദേഹത്തോട് ചോദിച്ചാലോ വല്ല വിവരവും ചിലപ്പോൾ കിട്ടിയേക്കും. ഒട്ടും വൈകാതെ ശക്തിദേവൻ ദീർഘതപസ്സിന്റെ മുന്നിലെത്തി നമസ്കരിച്ച് തന്റെ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അദ്ദേഹവും അങ്ങനെ ഒരു നഗരത്തെ കുറിച്ച് കേട്ടിട്ടില്ലെന്നും സമുദ്രമധ്യത്തിലുള്ള ഉൽസ്ഥലം എന്ന ദ്വീപിൽ സത്യവ്രതൻ എന്നൊരു മുക്കുവനുണ്ടെന്നും അയാൾക്ക് പല രാജ്യങ്ങളെ കുറിച്ചും അറിവുണ്ടെന്നും ചിലപ്പോൾ ഈ സ്ഥലത്തെ കുറിച്ചും അറിവുണ്ടാകാമെന്നും പറഞ്ഞു. ആ ദ്വീപിൽ എത്തിച്ചേരാനുള്ള മാർഗവും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ശക്തിദേവൻ അനേക ദിവസങ്ങളിലെ തുടർച്ചയായ യാത്രയ്ക്ക് ശേഷം സമുദ്രതീരത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് സമുദ്രദത്തൻ എന്ന പേരായ ഒരു വ്യാപാരിയുമായി പരിചയപ്പെട്ടു. അയാളുടെ സഹായത്തോടെ കപ്പലിൽ ഉൽസ്ഥല ദ്വീപിലേക്ക് പുറപ്പെട്ടു. സമുദ്രമധ്യത്തിലെത്തിയപ്പോൾ വലിയ കടൽക്ഷോഭമുണ്ടായിട്ടോ. കപ്പല് മുങ്ങി. ഒഴുക്കിൽപ്പെട്ട ശക്തിദേവന് ഒരു തിമിംഗലം ഒഴുങ്ങുകയും ചെയ്തു. പോരെ, അയാൾക്ക് പക്ഷെ യാതൊരു മുറിവും സംഭവിച്ചില്ല കേട്ടോ. തിമിംഗലത്തിലുള്ള സുഖമായിരുന്നു. ആ തിമിംഗലത്തെ ഉൽസ്ഥല ദ്വീപിലെ മുക്കുവന്മാർ പിടിച്ച് കരക്കിട്ടു. അവരതിനെ മുക്കുവ രാജാവായ സത്യവ്രതന് കാഴ്ചവെച്ചു. അവിടെ വെച്ച് തിമിംഗലത്തിന്റെ വയർ കീറി നോക്കിയപ്പോൾ അതിനുള്ളിൽ പാപം ഒരു ബ്രാഹ്മണൻ ഇരിക്കുന്നത് കണ്ട് അവർ അമ്പരന്നു പോയിട്ടോ. ശക്തിദേവൻ എഴുന്നേറ്റ് വന്ന് അതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ സത്യവ്രതനോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു: താങ്കൾ അന്വേഷിച്ചു വന്ന സത്യവ്രതൻ ഞാൻ തന്നെയാണ്. ഉൽസ്ഥല ദ്വീപും ഇത് തന്നെ. ഇവിടെ ഭൂലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വ്യാപാരികൾ കപ്പലിൽ വരാറുണ്ട്. അവരിൽ ചിലർ പറഞ്ഞ് കനകപുരിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ പല ദേശങ്ങളും കണ്ടിട്ടുള്ള ഞാൻ ആ നഗരം കണ്ടിട്ടേയില്ല. ഏതായാലും താങ്കൾ എവിടെ താമസിക്കൂ, ഞാനൊരു ഉപായം ആലോചിക്കട്ടെ കേട്ടോ. അതനുസരിച്ച് ശക്തിദേവൻ അവിടെയുള്ളൊരു സമൂഹ മഠത്തില് ചെന്ന് താമസമാക്കി. എല്ലാ സ്ഥലത്തും സമൂഹ മഠമുണ്ടാകും. പിറ്റേന്നാൾ സത്യവ്രതന്റെ ശക്തിദേവനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇവിടെ അടുത്ത് സമുദ്രമധ്യത്തിൽ രത്നകൂടം എന്നൊരു ദ്വീപുണ്ട്. അവിടുത്തെ വിഷ്ണു ക്ഷേത്രത്തിൽ ആഷാഢമാസത്തിലെ പൗർണമി നാളിൽ വലിയൊരു മഹോത്സവം നടക്കും. അതിൽ പങ്കെടുക്കാൻ ലോകത്തുള്ള എല്ലാ ദേശക്കാരും വരും. ആരിൽ നിന്നെങ്കിലും കനകപുരിയെ കുറിച്ച് അറിയാൻ കഴിയും. ആ സമയം അവർ ഒരു കപ്പലിൽ യാത്ര തിരിച്ചു. കുറെ യാത്ര ചെയ്തപ്പോൾ സമുദ്രത്തിലൊരു ദ്വീപ് പോലെ തോന്നിച്ചുകൊണ്ട് വലിയൊരു വടവൃക്ഷം ഉയർന്നു നിൽക്കുന്നത് അവർ കണ്ടു. അതിനടുത്തെത്തിയപ്പോൾ അവരുടെ കപ്പൽ ചുഴിയിൽപ്പെട്ടു. സത്യവ്രതൻ കപ്പൽ ആ വടവൃക്ഷത്തിനടുത്തേക്ക് നീക്കിയപ്പോൾ ശക്തിദേവൻ അതിന്റെ ഒരു കൊമ്പിൽ തൂങ്ങി രക്ഷപ്പെട്ടു. എന്നാലോ സത്യവ്രതൻ കപ്പലോടുകൂടി സമുദ്രത്തിലേക്ക് താണുപോയി. പാപം. ശക്തിദേവൻ ആ മരക്കൊമ്പിൽ അള്ളിപ്പിടിച്ചിരിക്കെ സൂര്യനും അസ്തമിച്ചു. അപ്പോൾ അനേകം പക്ഷികൾ ആ വൃക്ഷക്കൊമ്പുകളിൽ ചേക്കേറാനെത്തി. അക്കൂട്ടത്തിൽ ധാരാളം കഴുകന്മാരും ഉണ്ടായിരുന്നു. അവയിലൊരു വൃദ്ധനായ കഴുകൻ മനുഷ്യഭാഷയിൽ സംസാരിക്കുന്നത് ശക്തിദേവൻ കേട്ടു. കൂട്ടരെ, ഞാൻ ഇന്ന് കനകപുരിയിലാണ് ഇര തേടാൻ പോയത്. നാളെയും അവിടെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നു. ആ സംസാരം കേട്ട് ശക്തിദേവനുണ്ടായ സന്തോഷം എങ്ങനെ വർണ്ണിക്കേണ്ടു. കനകപുരി ഒരു യാഥാർത്ഥ്യമാണെന്നുറപ്പായി. ഇനി അവിടെ ചെന്ന് എത്തുന്ന മാർഗമാണ് അറിയേണ്ടത്. അസാമാന്യ വലിപ്പമുള്ള ഈ കഴുകന്റെ ചിറകിനടിയിൽ പറ്റിപ്പിടിച്ചിരുന്നാൽ കാര്യം സാധിക്കാമെന്ന് കരുതി കഴുകൻ ഉറക്കമായപ്പോൾ അയാൾ മെല്ലെ നൂണ്ട് കഴുകന്റെ ചിറകിനിടയിൽ കയറിപ്പായി. നേരം പുലർന്നൊന്നും കഴുകൻ കനകപുരിയിലേക്ക് പറന്നു. അല്പസമയത്തിനുള്ളിൽ ദേവലോകം പോലെ ശോഭിക്കുന്ന ആ നഗരത്തിലെ ഒരു ഉദ്യാനത്തിൽ കഴുകൻ ചെന്നിരുന്നു. ശക്തിദേവൻ സാവധാനം ചിറകിനടിയിൽ നിന്ന് ഊർന്നിറങ്ങി പുറത്തു വന്നു. ഉദ്യാനത്തിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ
ഒരു സ്ത്രീ പൂവിറുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അവരെ സമീപിച്ച് ചോദിച്ചപ്പോൾ വിദ്യാധര രാജ്യമായ കനകപുരി തന്നെയാണിതെന്നും ചന്ദ്രപ്രഭ എന്ന വിദ്യാധര കന്യകയുടെ ഉപവനമാണതെന്നും മനസ്സിലായി. എന്താ പേര്? ചന്ദ്രപ്രഭ. അയാളുടെ അപേക്ഷ മാനിച്ചവർ അയാളെ ചന്ദ്രപ്രഭയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത്ഭുത സുന്ദരിയായ ചന്ദ്രപ്രഭ എന്ന വിദ്യാധര കുമാരി വെറും മനുഷ്യനായ ശക്തിദേവനെ ആദരപൂർവ്വം സ്വീകരിച്ചു. അയാൾ എങ്ങനെ വിദ്യാധരപുരിയിൽ എത്തിച്ചേർന്നുവെന്ന് അന്വേഷിച്ചു. അപ്പോൾ അയാൾ കനകരേഖയെ കണ്ടതു മുതൽ അതുവരെയുള്ള സംഭവങ്ങൾ വിവരിച്ചു പറഞ്ഞു. അത് കേട്ട ചന്ദ്രപ്രഭ സ്വന്തം കഥ പറഞ്ഞു. ശശിഖണ്ഡൻ എന്ന വിദ്യാധര രാജാവിന്റെ 4 മക്കളിൽ ഒരാളാണ് ഞാൻ. തന്റെ സഹോദരിമാരായ ചന്ദ്രരേഖ, ശശിരേഖ, ശശിപ്രഭ എന്നീ 3 സഹോദരിമാരും കൂടി ജലക്രീഡക്ക് പോയി. ഞാൻ കന്യാവ്രതത്തിലായിരുന്നതുകൊണ്ട് പോയില്ല. അവർ മതിമറന്ന് നീന്തി തുടിച്ചപ്പോൾ അടുത്ത് തന്നെ കുളിച്ചുകൊണ്ടിരുന്ന അഗ്രിതപസ് എന്ന മുനിയുടെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചു. അതിൽ കുപിതനായ മുനി അവർ 3 പേരും മനുഷ്യ സ്ത്രീകളായി പോകട്ടെ എന്ന് ശപിച്ചു. അച്ഛൻ മുനിയെ സമീപിച്ച് ശാപമോക്ഷം ചോദിച്ചെങ്കിലും 3 ആൾക്ക് മുജ്ജന്മസ്മരണ ഉണ്ടാവാൻ മാത്രം അനുഗ്രഹിച്ചു. അവർ 3 മനുഷ്യജന്മം എടുക്കുകയും ചെയ്തു. ഇതിൽ ദുഃഖിതനായ പിതാവ് രാജ്യം എന്നെ ഏൽപ്പിച്ച് തപസ്സിനും പോയി. ആര് പറയുന്നു? ഈ പെൺകുട്ടി പറഞ്ഞത് ഇവിടെ കണ്ടേ. പിന്നെ വിഷാദമഗ്നയായി ഞാൻ അംബികാദേവിയെ പൂജിച്ചു കഴിഞ്ഞു. ഒരു ദിവസം ദേവി എനിക്ക് സ്വപ്ന ദർശനം നൽകി. ഉത്തമനായ ഒരു ഭർത്താവ് ഒരു ദിവസം എന്നെ തേടിയെത്തുമെന്ന് അനുഗ്രഹിച്ചു. ഇപ്പോൾ താങ്കളെ ദർശിച്ച മാത്രയിൽ എന്റെ ഹൃദയത്തിൽ അനുരാഗം ഉണർന്നിരിക്കുന്നു. ദേവി പ്രവചിച്ച വരൻ താങ്കൾ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഉടനെ ഋഷഭാദ്രി മലയിൽ പോയി അച്ഛനെ കണ്ട് അനുവാദവും അനുഗ്രഹവും വാങ്ങി വരാട്ടോ. അതുവരെ താങ്കൾ ഇവിടെ തന്നെ താമസിക്കണേ. ഇത്രയും പറഞ്ഞവൾ ശക്തിദേവനെ തന്റെ തങ്കക്കൊട്ടാരത്തിൽ സർവ്വസുഖഭോഗങ്ങളും നൽകി പാർപ്പിച്ചു. ചതുർദശി നാളിൽ അച്ഛനെ കാണാൻ പോകാൻ ഒരുങ്ങിയ അവൾ ശക്തിദേവനോട് പറഞ്ഞു, ഞാനും പ്രജകളും എല്ലാം ചേർന്നാണ് അച്ഛനെ കാണാൻ പോകുന്നത്. ഞങ്ങൾ മടങ്ങി വരും വരെ താങ്കൾ ഇവിടെ ഒറ്റക്ക് കഴിയണം കേട്ടോ. ഓഹോ, ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും കൊട്ടാരത്തിന്റെ നടുവിലെ മുറിയിൽ മാത്രം പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇയാൾ നേരെ അടുത്തേക്ക് തന്നെ പോകും കണ്ടോ. ചന്ദ്രപ്രഭ പരിവാരം പിതാവിനെ കാണാൻ പോയ ശേഷം സ്വർഗസമാനമായ വിദ്യാധരദേശത്ത് ശക്തിദേവൻ തനിച്ചായി. കൊട്ടാരത്തിലെ കാഴ്ചകൾ പലതും കണ്ട് സമയം പോകുന്നതിനിടയിൽ അയാൾ വിലക്കപ്പെട്ട നടുവിലെ മുറിക്ക് മുന്നിലെത്തി. എന്തുകൊണ്ടാവും ഇവിടെ മാത്രം പ്രവേശിക്കരുത് ചന്ദ്രപ്രഭ പറഞ്ഞത്? അടക്കാനാവാതെ ജിജ്ഞാസയിൽ അയാൾ ആ മുറി തുറന്നകത്ത് കയറി. അതിനുള്ളിൽ അടുത്തടുത്തായി 3 മണ്ഡപ മുറികൾ കണ്ടു. അതിലൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു മണിക്കട്ടിൽ ഒരു സ്ത്രീ പുതച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആ പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ സാക്ഷാൽ കനകരേഖ തന്നെ ഇവിടെ എത്തിച്ച അതേ രാജകുമാരി അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് അയാൾ കണ്ടത്. അങ്ങനെയുണ്ട്. താൻ ആര് വിവാഹം കഴിക്കാനാണോ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത്, അവളിതാ ഇവിടെ നിർജീവാവസ്ഥയിൽ കിടക്കുന്നു. ഇതെന്തൊരു മായം! അടുത്ത 2 മുറികളിലും അതേപോലെ 2 യുവതികൾ കിടക്കുന്നത് കണ്ടയാൾ മുറികളെല്ലാം പഴയതുപോലെ അടച്ചു പുറത്തുനിന്ന് ഉദ്യാനത്തിലേക്ക് നടന്നു. അവിടെ താമരപ്പൊയ്ക്കടുത്ത് സുന്ദരനായ ഒരു കുതിരയെ കണ്ട് അതിന്റെ പുറത്ത് അല്പം നേരം സവാരി നടത്താമെന്ന് കരുതി അയാൾ അതിന് ചാടി കയറാൻ ശ്രമിച്ചു. പക്ഷെ കുതിര അയാളെ കാൽ കൊണ്ട് ഒരൊറ്റ തട്ട് പൊയ്കയിലേക്ക് ഇട്ടു തട്ടിയിട്ട്. അയാൾ അതിൽ മുങ്ങി നിവർന്നപ്പോൾ അത്ഭുതം കൊണ്ട് വാവിളർന്നു പോയി. അയാളിപ്പോൾ നിൽക്കുന്ന സ്വന്തം നാടായ വർദ്ധമാനപുരത്തെ കുളത്തിലാണ്. ഇതെന്തൊരാശ്ചര്യം, എന്തൊരു മായാവിലാസം എന്നൊക്കെ ചിന്തിച്ചയാൾ പൊയ്കയിൽ നിന്നും കരക്ക് കയറി. നേരെ വീട്ടിലെത്തിയ ആളെ പിതാവും ബന്ധുമിത്രാദികളും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം തെരുവിലൂടെ നടക്കുമ്പോൾ രാജഭടന്മാർ പഴയ വിളംബരവുമായി നടക്കുന്നതാണ് കണ്ടത്. താൻ കനകപുരി കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് അയാൾ ഭടന്മാർക്കൊപ്പം കൊട്ടാരത്തിലെത്തി. രാജകുമാരിയുടെ മുന്നിലെത്തിയപ്പോൾ ദേഷ്യം വന്നു. കള്ളം പറഞ്ഞു മുമ്പ് വന്ന അതേ കള്ളം പിന്നെയും വന്നിരിക്കുന്നു എന്ന് അതിശയിച്ചപ്പോൾ ശക്തിദേവൻ ധൈര്യപൂർവ്വം പറഞ്ഞു, ഞാൻ കനകപുരിയിൽ പോകുക. അവിടെ ഒരു മുറിയിൽ കട്ടിൽമേൽ പുതച്ചു മൂടി കിടക്കുന്ന ഭവതിയുടെ ജീവനത്തെ ശരീരം കാണുകയും ചെയ്തു. അതെ, ഭവതിയുടെ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ വാസ്തവമെന്ന് എനിക്കറിയില്ല പറഞ്ഞു. ഇത് കേട്ട് പ്രസന്നവദനയായി രാജകുമാരി പറഞ്ഞു, അച്ഛാ,
അദ്ദേഹം പറയുന്നത് സത്യമാണ്. ഞാനൊരു വിദ്യാധര രാജകുമാരിയായിരുന്നു. ഒരു മഹർഷിയുടെ ശാപത്താൽ മനുഷ്യ സ്ത്രീയായി ഇവിടെ വന്ന് പിറന്നതാണ്. എന്നെങ്കിലും ഒരു മനുഷ്യൻ കനകപുരിയിലെത്തി അവിടെ നിർജീവാവസ്ഥയിൽ കിടക്കുന്ന എൻ്റെ ദേഹം കാണുകയാണെങ്കിൽ ആ നിമിഷം എനിക്ക് വിദ്യാധര ജന്മം വീണ്ടും കിട്ടുമെന്നും ആ മനുഷ്യൻ തന്നെ എന്നെയും എൻ്റെ 3 സഹോദരിമാരെയും വിവാഹം കഴിക്കുമെന്നും മുനി പ്രവചിച്ചിരുന്നു. അതെല്ലാം ഇപ്പോൾ വാസ്തവമായിരിക്കുന്ന ഞാനിതാ പോകുന്നു. ഇത്രയും പറഞ്ഞതും ആ കുമാരിയുടെ ജീവൻ ആ ശരീരം വെടിഞ്ഞ് കനകപുരിയിലേക്ക് പോയി. ഈ കാഴ്ച കണ്ട് രാജാവ് മറ്റുള്ളവരും ദുഃഖിതരായി. താനിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ശക്തിദേവൻ ആലോചിച്ചു. കനകരേഖ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ 4 സഹോദരിമാരും തന്നെ വെൽക്കാൻ കാത്തിരിക്കും. ഉടനെ കനകപുരിയിലേക്ക് പോകണം. ദൈവം തന്നെ അതിനുള്ള മാർഗം കാണിച്ചു തരും. രണ്ടും കൽപ്പിച്ചാൽ വീണ്ടും യാത്ര തിരിച്ചു. കുറേ നാളുകൾ തുടർച്ചയായി യാത്ര ചെയ്ത സമുദ്രതീരത്തുള്ള വിടങ്കപുരത്തെത്തി. കഴിഞ്ഞ തവണ കപ്പൽ മുങ്ങി പോയി എന്ന് കരുതിയിരുന്ന സമുദ്രദത്തനെ അവിടെ കണ്ടയാൾ അത്ഭുതപ്പെട്ടു. സമുദ്രദത്തനയാളെ ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശക്തിദേവൻ തന്നെ തിമിംഗലം വിഴുങ്ങിയതും പിന്നെ മുക്കുവൻ രക്ഷിച്ചതും തുടങ്ങിയ ചരിത്രങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സമുദ്രദത്തൻ താൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിശദമാക്കി. താൻ ഒരു പലക കഷ്ണത്തിൽ പിടിച്ച് പൊന്തിക്കിടുന്നതും മറ്റൊരു കപ്പൽ തന്നെ രക്ഷിച്ചതും അത് ഭാഗ്യവശാൽ സ്വന്തം പിതാവിന്റെ കപ്പലായിരുന്നെന്നും അതിലുണ്ടായിരുന്ന പിതാവ് തന്നെ ആശ്ലേഷിച്ചെന്നും കപ്പൽ നിറയെ സ്വർണവുമായാണ് അച്ഛനെത്തിയതെന്നും അങ്ങനെ സുഖമായി കഴിയുന്നെന്നും മറ്റും വിശദമായി പറഞ്ഞു. പിന്നെ ശക്തിദേവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. പിറ്റേന്ന് ഉൽസ്ഥലദ്വീപിലേക്ക് പോകുന്ന ഒരു കപ്പൽ ശക്തിദേവന് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. സമുദ്രദത്തൻ ഉൽസ്ഥലദ്വീപിലെത്തിയ അയാളെ സത്യവ്രതന്റെ മക്കൾ തിരിച്ചറിഞ്ഞു. കനകപുരി അന്വേഷിച്ചു പോയ അച്ഛനെവിടെയെന്നായി മക്കള്. അപ്പോൾ കപ്പൽ ചുഴിയിൽപ്പെട്ട് മുങ്ങിയതും താൻ ആൽമരക്കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടതുമൊക്കെ ശക്തിദേവൻ പറഞ്ഞു. അത് കേട്ടവർ ക്രുദ്ധരായി മാറി. ദേഷ്യം വന്നു. നിങ്ങളുടെ സഹായത്തിനൊപ്പം വന്ന് ഞങ്ങളുടെ അച്ഛൻ മരിക്കാൻ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ഇയാളെ തടവറയിലാക്കും എന്ന് പുത്രന്മാർ പറഞ്ഞു. നാളെ ഇയാളെ ഭദ്രകാളിക്ക് ബലി കൊടുക്കണമെന്നും അവർ നിശ്ചയിച്ചു. പാവം ശക്തിദേവൻ അല്ലേ. അന്ന് രാത്രി മുഴുവൻ ദേവിയുടെ കരുണക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇതൊക്കെ എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി. അപ്പൊ അയാൾക്ക് ദേവി ദർശനം ഉണ്ടായി. ദേവി പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ആപത്തൊന്നും വരില്ല കേട്ടോ. നാളെ രാവിലെ ബിന്ദുമതി എന്നൊരു യുവതി ഇവിടെ വരും. അവള് നിന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തും. നീ അത് സ്വീകരിക്കുക. മുക്കുവ കന്യകയും നിന്നെ തടവിലാക്കിയവരുടെ സഹോദരിയുമാണവൾ. എങ്കിലും ഒരു ദിവ്യ സ്ത്രീയുടെ മനുഷ്യജന്മമാണവൾ. അവൾ നിന്നെ രക്ഷിക്കും. ശക്തിദേവൻ ഉണർന്നു നോക്കുമ്പോൾ നേരം പുലരുകയായിരുന്നു. പുലരിത്തൊടിപ്പ് പോലൊരു സുന്ദരീരത്നമയുടെ മുമ്പിൽ വന്നു പറഞ്ഞു, മഹാത്മൻ, അങ്ങയെ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷിക്കാം. അങ്ങെന്നെ വിവാഹം കഴിക്കണം. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ആരെയും വിവാഹം ചെയ്യാൻ സഹോദരന്മാർ എനിക്ക് അനുവാദം തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. ശക്തിദേവൻ ദേവീ ദർശനം ഓർമ്മിച്ച് സന്തോഷപൂർവ്വം സമ്മതിച്ചു. അവൾ അയാളുടെ കെട്ടുകൾ അഴിച്ചു മോചിപ്പിച്ചു. അപ്പോൾ തന്നെ അവർ വിവാഹിതരാകുകയും ചെയ്തു. അവരുടെ സഹോദരന്മാർക്കും സ്വപ്നത്തിൽ ദേവീ ദർശനം കിട്ടിയിരുന്നു. അതുകൊണ്ട് അവരും വധൂവരന്മാരെ അനുഗ്രഹിച്ചു. കുറെ കാലം ഭാര്യയോടൊപ്പം അയാൾ അവിടെ സുഖമായി താമസിച്ചു. ഒരു ദിവസം അവർ മാളിക മുകളിലിരുന്ന് സല്ലപിക്ക് ഒരു ചണ്ടാളൻ നിരത്തിലൂടെ പശുവിറച്ചിയും തോളിച്ചു കൊണ്ടുപോകുന്നത് ആ പാപം, വിശുദ്ധയെ പശുവിനെ കൊല്ലുന്നത് എത്ര വലിയ പാപമാണെന്ന് ശക്തിദേവൻ പറഞ്ഞു. അപ്പൊ ശരിയാണ് പ്രഭു, ഞാൻ ഈ മുക്കോകുലത്തിൽ വന്നു പറഞ്ഞത് അത്തരമൊരു പാപത്തിന്റെ ഫലമായാണ് എന്ന് ബിന്ദുമതി പറഞ്ഞു. ഉടനെ ആ കഥ കേൾക്കണമെന്നായി ശക്തിദേവൻ. അപ്പോൾ ബിന്ദുമതി പറഞ്ഞു, കഥ പറയുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അധികം വൈകാതെ നാട്ടിൽ നിന്ന് തന്നെ അങ്ങ് മറ്റൊരു വിവാഹം കഴിക്കാൻ ഇടയാകും. അവൾ ഉടനെ ഗർഭിണിയുമാകും. അവൾക്ക് 8 മാസം ഗർഭമാകുമ്പോൾ അവളുടെ വയർ പിളർന്ന ആ കുഞ്ഞിനെ അങ്ങ് പുറത്തെടുക്കാമെന്നോട് ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യണം. അത് കേട്ട് നടുങ്ങിപ്പോയി ശക്തി, അയ്യോ മഹാപാപം എന്നുറക്കെ പറഞ്ഞു. അപ്പോൾ ബിന്ദുമതി അയാളെ ആശ്വസിപ്പിച്ചു, മഹാപാപമല്ല, ഇതൊരു നല്ല കാര്യമായിരിക്കും. അതിന്റെ രഹസ്യം ഞാൻ പിന്നീട് പറയാട്ടോ. അതിനു മുമ്പ് എന്റെ പൂർവ്വജന്മ ചരിത്രം കേൾക്കുക. ഞാനൊരു വിദ്യാധരിയായിരുന്നു. ഒരിക്കൽ ഞാൻ വീണയുടെ തന്ത്രി അത് പശുവിന്റെ ഞരമ്പ് കൊണ്ടുള്ളതാണെന്ന് ഓർക്കാതെ കടിച്ചു പൊട്ടിച്ചു. അത് കണ്ട് ഒരു മുനി എന്നെ ശപിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ മുക്കോകുലത്തിൽ വന്ന് പിറന്നത്. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ബിന്ദുമതിയുടെ ആങ്ങള
ഓടി വന്ന് പറഞ്ഞു, ഒരു കാട്ടുപന്നി നാട്ടിലിറങ്ങിയിരിക്കുന്നു, പലരെയും കൊന്നിട്ടതിപ്പോൾ ഇങ്ങോട്ട് ഓടി വരികയാണ്. ഇത് കേട്ട് ശക്തിദേവൻ ഒരു ശൂലവും എടുത്തുകൊണ്ട് ഓടിച്ചെന്നു. ഓടി വന്ന പന്നിയുടെ പള്ളക്ക് തന്നെ ഒരു കുത്തു കൊടുത്തു. പന്നി അമറിക്കൊണ്ട് തിരിഞ്ഞോടി ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. ശക്തിദേവനും പിന്നാലെ ഓടിച്ചെന്ന് ഗുഹയിൽ കയറി. ഗുഹയുടെ മറുവശത്ത് മനോഹരമായ ഒരു പൂങ്കാവനമാണ് അയാൾ കണ്ടത്. അവിടെ പരിഭ്രമിച്ച മട്ടിൽ ഒരു സുന്ദരി നിൽക്കുന്നു. അവൾ ആരാണെന്ന് ശക്തിദേവൻ ചോദിച്ചവൾ ഇപ്രകാരം മറുപടി നൽകി. ദക്ഷിണ ദിക്കിനെല്ലാം അധിപതിയായ ചണ്ഡവിക്രമ രാജാവിന്റെ പുത്രിയാണ് ഞാൻ. ബിന്ദുരേഖ എന്നാണ് എൻ്റെ പേര്. കന്യകയായ എന്നെ ജ്വലിതലോചൻ എന്ന രാക്ഷസൻ ബലാത്കാരം പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിരുത്തിയ ശേഷം വിശപ്പ് തീർക്കാൻ ഇരതേടി പോയിട്ടുണ്ട്. പന്നിയുടെ രൂപത്തിലായിരുന്ന അവനെ ഏതോ ധീരൻ കുത്തി മുറിവേൽപ്പിച്ചു വിട്ടു. ഇവിടെ വന്ന് വീണ് മരിക്കുകയും ചെയ്തു. എൻ്റെ ഏട്ടനാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ താനാണ് അവനെ കൊന്നതെന്നും തന്റെ മറ്റു വിവരങ്ങളുമെല്ലാം ശക്തിദേവൻ അവളെ അറിയിച്ചു. അപ്പോൾ ആ കന്യക തന്നെ വേൽക്കണമെന്ന് അയാളോട് അപേക്ഷിച്ചു. അയാളത് സമ്മതിച്ച് അവളെയും കൂട്ടി ആദ്യ ഭാര്യയായ ബിന്ദുമതിയുടെ ഗൃഹത്തിലെത്തി. പിന്നീട് ബിന്ദുരേഖയെ ശക്തിദേവൻ യഥാവിധി വിവാഹം ചെയ്തു. വൈകാതെ ബിന്ദുരേഖ ഗർഭിണിയുമായി. അവൾക്ക് 8 മാസം ഗർഭമായപ്പോൾ ബിന്ദുമതി ഭർത്താവിനോട് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ മനസ്സ് വന്നില്ല. വിഷാദഭാവത്തിൽ അടുത്തു വന്ന ഭർത്താവിനോട് ബിന്ദുരേഖ കാരണം ചോദിച്ചു. അയാൾ ഒന്നും പറയാതെ നിന്നപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കണമെന്ന് ബിന്ദുമതി ആവശ്യപ്പെട്ടു അല്ലേ? അത് ചെയ്തോളൂ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നന്മയെ വരികയുള്ളൂ. ഇതൊരു പാപമാണെന്ന് കരുതണ്ട. ഞാനൊരു കഥ പറയാം. അതും പറഞ്ഞിട്ട് ഈ ഗർഭിണി കഥ പറയാൻ തുടങ്ങി. ആ കഥ നമുക്ക് നാളെ പറയാം. ഇന്നത്തെ കഥ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവം കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.